ഞാനതൊന്നും ഉണ്ടാകാതെ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. മധുരത്തിന്റെ സിംഹം എന്നൊക്കെ പേരുന്ന ഇച്ചിരി അക്രമമായി കളിയാക്കാൻ പാടില്ല കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാമി ശരണം. സ്വാമി ശരണം. അങ്ങനെ നമ്മൾ വീണ്ടും കളമശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. അമ്മയുടെ മാസ്മരിക വിഭവ സമൃദ്ധം ഇന്ന് അറിഞ്ഞൂടെ ചോദിക്കണം. കാരണം സ്വാമിയാ, അമ്മയും സ്വാമിയാ. സ്വാമി ആയിട്ടില്ല, മാനസികമായിട്ട് സ്വാമിയാണ്. കാരണം നമുക്കൊരു മരണം, ഞങ്ങളുടെ വല്യച്ഛൻ ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പം ആ ഒരു സമയത്ത് മാല ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പല സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് അമ്മ മാല ഇടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ മനസ്സുകൊണ്ട് അമ്മ ഫുൾ ടൈം 24/7 മാളിയപ്പുറം. അമ്മ കുളിച്ചിട്ട് അടുക്കളയിൽ കയറാറുള്ളൂ, ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ഈ പറഞ്ഞ പോലെ വ്രതത്തിന്റെ ആവശ്യമില്ല. 24/7 അമ്മ മാളിയപ്പുറമായിട്ടിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ഇതുപോലുള്ള അശുദ്ധികൾ വരുമ്പോഴത്തേ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും അമ്മയുടെ എന്താണ് ഇന്നത്തെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് ചോദിച്ചറിയണം. വിറ്റാമിൻ W ആണോ K ആണോ എന്നൊക്കെ ചോദിച്ചറിയാം. അപ്പം നേരെ ഓവർ ടു അടുക്കള കാമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അമ്മയുടെ റെസിപ്പിയിലേക്ക് എത്തിയിരിക്കുക. അമ്മ മാളിയപ്പുറം കേട്ടോ. അപ്പൊ മലയൊക്കെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ മലയ്ക്ക് പോകാൻ പോവാണ്. അമ്മ മൂന്നാമത്തെ പ്രാവശ്യം അല്ലേ? മൂന്നാമത്തെ പ്രാവശ്യം പോകുന്നത്. എൻ്റെ അമ്മയും പോകുന്നുണ്ട്. അപ്പൊ 2 മാളിയപ്പുറങ്ങളും ഒരു അയ്യപ്പനും കൂടെ ചേർന്നാണ് ഇത്തവണത്തെ ശബരിമല കൊഴിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എന്താണ് അപ്പൊ സ്പെഷ്യൽ? ഇന്നിപ്പോ കിഷോർ പെട്ടെന്ന് ഇന്നലെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം, സ്വീറ്റ് മധുരമുള്ളത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കിഷോറിന് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് കേസരി, റവ കേസരി. അതായത് നമ്മള് നോർമലി അധികം ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ്. എനിക്കത് മാത്രമല്ല, ഒരുപാട് പേർക്ക്, അതായത് ഞങ്ങള് ഇപ്പം ഞാൻ പണ്ട് ദേവിയുടെ മാത്രം ഇഷ്ടമില്ലാത്ത ആളെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതല്ല, ഞാൻ വേറെ പല ആൾക്കാരുടെ കൂടെ പോകുമ്പോഴും ഈ കേസരിയോട് വലിയ താല്പര്യമില്ല. എല്ലാവരും മിച്ചം കാണും, ഞാനാണ് അത് കോരി തിന്നുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അല്ല, എന്തായിരിക്കും കേസരി എന്ന് പറഞ്ഞാൽ സിംഹം എന്നല്ലേ? കേസരി എന്ന് പറഞ്ഞാൽ മധുരത്തിന്റെ രാജാവായിരിക്കും. മധുരത്തിന്റെ സിംഹം എന്നൊക്കെ പേരുന്ന ഇച്ചിരി അക്രമമായി. മധുരത്തിന്റെ രാജാവ്, നല്ല മധുരമുണ്ട്. നല്ല മധുരം ഉള്ളത് കൊണ്ട് മധുരത്തിന്റെ രാജാവ് മാത്രമല്ല, അതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പോഷക ഗുണമുള്ള നല്ല മധുരമാണ്. അതിനകത്ത് ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. മറ്റേ എന്താ പറഞ്ഞ സിംഹം, ഞങ്ങളെ പോലെയൊക്കെ പ്രൗഢി ഗംഭീരമായിട്ടൊക്കെ കഴിക്കുന്ന സാധനമാണ്. ഞങ്ങളെ പോലെ പ്രൗഢി അങ്ങനെ വംശീയ അതിക്ഷേപം പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കേസരിയിലേക്ക് കിടക്കാം. അപ്പൊ അമ്മയോട് ചോദിക്കണം, അമ്മയുടെ സ്ഥിരം പല്ലവിയാണ്, ഇതിൽ എന്ത് വൈറ്റമിനുള്ളത്? വൈറ്റമിനുള്ളതെന്ന് പറഞ്ഞാൽ റവയാ. റവയിൽ എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റവ അത്രയേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ വൈറ്റമിൻ. എന്നാലും കണ്ണിനാണോ മൂക്കിനാണോ വായിക്കാണോ റവ വയറിന് നല്ലതാണ്. നമുക്ക് അങ്ങനെ വൈറ്റമിൻ D, വൈറ്റമിൻ Z എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തിനാണ് അത് ഗുണം ചെയ്യുന്നത്? അതായത് വയറിനാണോ? ഞാൻ നേരത്തെ ചോദിച്ചത്. പിന്നെ മധുരം കൂടുതൽ കഴിക്കുന്നത് കേടാണ്, എന്നാലും ഇതിൽ മധുരം ചേർക്കാതെ പറ്റിയതുകൊണ്ട് ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഷുഗർ ഫ്രീ കേസരിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഐസ്ക്രീം വരും. അപ്പൊ എന്തായാലും ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കിടക്കാം നമുക്ക്. കിസ്മിസ്, ഏലക്കാപ്പൊടി, ചെറിയ പൊട്ടിഞ്ഞെടുത്ത്, നെയ്യ്, റവ. ഇതാണ് കേസരി പൗഡർ. പിന്നെ അതിന് കളർ വരാനായിട്ട് അങ്ങനെയൊക്കെ പറയൂലേ, കേസരിക്ക് അതിനകത്ത് ഇടുമ്പോ അതിന് കളർ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ ഫ്രീ ഇത് വരും, കേസരിയൊക്കെ ഇനി വരും എന്ന് പറഞ്ഞില്ലേ, കണ്ടോ? ഷുഗർ ഫ്രീ. പക്ഷേ ഇതിന് വേറൊരു തമാശ, കുപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അല്ല, പക്ഷെ അത് വേറെ കാര്യമുണ്ട്. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് അതൊരു എന്താ പറയണ്ടേ, ഷുഗർ ഫ്രീ ആയിട്ട് ഇവിടെ തരും എന്നാണ് ഈ ഒരു ബോട്ടിലിന്റെ. ഷുഗർ ഫ്രീ ആയിട്ട് തരുന്ന, നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ട് അമ്മ തരും ശരീരത്തില്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉപ്പിടാൻ പറ്റുമോ കേസരിക്കകത്ത്? 2 കപ്പ് റവ എടുക്കാം. 2 കപ്പ് റവ. പാലിന്റെ അകത്തല്ലേ മറ്റേ കലക്കുന്നത്? ഏത് കേസരി പൗഡർ? ഇത് 1 കപ്പായി. ഓക്കെ, 2 കപ്പ് റവയാണെങ്കിൽ എത്ര കേസരി ഒരു 8-10 പേർക്ക് കഴിക്കാം.
2 കപ്പ് റവ എടുത്തു വെച്ചു. പിന്നെ പഞ്ചസാരയും 2 കപ്പാണ്. അത് അന്നേരം എടുത്താൽ മതി നമ്മൾ ഇത് എടുക്കുമ്പോ. ഇത് നമുക്ക് ആദ്യം റവ എടുക്കുന്നു അത്രയും തന്നെ പഞ്ചസാര. 2 കപ്പെങ്കിൽ 2 കപ്പ്, 1 കപ്പെങ്കിൽ 1 കപ്പ്. ഓക്കെ, നമുക്കിനി തുടങ്ങാം. ഈ ചീനച്ചട്ടി വെച്ചു. അതിനകത്തോട്ട് നെയ്യ്. അത് എത്ര നെയ്യ് വേണം? നമുക്കിത് കിസ്മിസും നട്ട്സും വറുക്കാനുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ കിസ്മിസിന്റെ അകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ എന്നെ പോലെ ആവും, നല്ല കൊഴുത്ത് വിജൃംഭിച്ച് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. നോർമലി കിസ്മിസിന് കഴിക്കുന്നതിനേക്കാളും വിജൃംഭിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് കോരി വെച്ചു. ഇനി അടുത്ത കിസ്മിസ് ഇട്ടോളൂ. മതിയില്ലേ? ആയിക്കോട്ടെ, കുറച്ചുകൂടെ ഇടണോ? മതി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടന്നാൽ മതി. അല്ല, പക്ഷെ എന്താ പറയാ, എല്ലാത്തിലും അത് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. കടകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലഡ്ഡു മേടിക്കുമ്പോഴത്തേക്കും ഒരു ലഡ്ഡുവിൽ 2 മുന്തിരിങ്ങ ഉണ്ടാവും, ചില ലഡ്ഡു മുന്തിരിങ്ങ ഉണ്ടാവില്ല, കൽക്കണ്ട് മാത്രമേ ഉണ്ടാവും. അപ്പൊ നമുക്ക് വിഷമം. ഇതെന്തേ മൂത്തു? ഇതും കോരിയേ, ഇതൊന്നിച്ചങ്ങ് വയ്ക്കാം നമുക്ക്. ഇനിയിപ്പം ഒന്നിച്ചങ്ങ് ഇടുകല്ലേ, അപ്പോൾ 2ഉം കൂടെ ഒന്നിച്ച് കോരി വെച്ചു. ഇനി റവ വറക്കണം. ഇതും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം നെയ്യ് വേണം എല്ലാത്തിലും. നെയ്യിലാണ് ഈ സാധനം, ഗീ പ്രൊഡക്റ്റ് ആണിത്. ഈ ഗീ മൈസൂർ പാക്ക് എന്നൊക്കെ പറയുന്നല്ലേ, ഗീ കേസരിയാണ്. അപ്പം പക്ഷെ അത് അത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ചേ ഉള്ളൂ. 2-3 സ്പൂൺ മതി. ഫ്ലാറ്റിലാകെ അനിതയും കഴിക്കുള്ളൂ. അനിതയ്ക്കും ഈ സാധനം ക്രൈസാ. സൂര്യ ചേച്ചിക്ക് ഇഷ്ടമാണ്. സൂര്യ ചേച്ചി, സ്വപ്ന ചേച്ചിയൊക്കെ ഇഷ്ടമാണ്. എനിക്കെന്തോ ഇതിനോട് വലിയ താല്പര്യം. എനിക്കും ഇഷ്ടമാണ്. എനിക്ക് മധുരം കഴിക്കാൻ മേലാത്തോണ്ട് എല്ലാത്തിനും ഇത് വേണം. ഞാനെപ്പോഴും വിചാരിക്കും ഈ കിഷോറിനൊക്കെ ഫാമിലി അവിടെ എപ്പോഴും ഉണ്ട്. എല്ലാ ഫംഗ്ഷന് പോയാലും, ഇപ്പൊ കല്യാണത്തിന് പോയാലും, ബർത്ത്ഡേക്ക് പോയാലും, നിശ്ചയത്തിന് പോയാലും, പെരവാസൂലിക്ക് പോയാലും ഇഡ്ഡലി സാമ്പാർ സാമ്പാർ വട കേസരി അത് കണ്ടിന്യൂ. വേറൊരു റെസിപ്പി നമുക്ക് പ്രതീക്ഷിക്കില്ല. നമ്മളിത് ഇതിട്ടു. റവ നല്ലോണം മൂക്കാനായിട്ട് മൂപ്പിക്കണേ. നല്ലോണം മൂക്കണം. ഇതിന്റെ പഞ്ചസാര ഒന്നും ഇടണ്ട അല്ലേ? ഇപ്പൊ ഇടണ്ട പഞ്ചസാര, ഇപ്പൊ ഇടണ്ട. ഇത് മൂപ്പിച്ചിട്ട് ഇതിപ്പോ നമുക്ക് അവലോസ് പൊടി പോലെ ഉണ്ട്. നല്ല മണം വരുന്നില്ലേ റവ? അതെ, നെയ്യുടെ മണം വരുന്നുണ്ട്. നെയ്യുടെ മണം പ്രത്യേക ഇച്ചിരി പാലൊഴിച്ച് നമുക്ക് പായസാക്കിയാൽ റവ പായസം അങ്ങനെ ഉണ്ടാക്കാം. പാലൊഴിച്ചാ മതി. മറ്റേ തേങ്ങാപ്പാൽ കേസരി എന്നും കഴിക്കുന്നതല്ലേ, പാൽപ്പായസം ഉണ്ടാക്കാം, റവ പാൽപ്പായസം. ഒരു ഗോൾഡൻ കളർ വരണേ. ഞാൻ ഇച്ചിരി താത്തി വെച്ചിരിക്കാന്ന് വെച്ചാൽ കൂടുതൽ മൂക്കണം, ഇത്തിരി കരിയാതിരിക്കുക. ഇളക്കി കൊടുക്കണം നല്ലോണം. ഈ ഇങ്ങനെയുള്ള വിഭവങ്ങളുടെ ഏറ്റവും പ്രധാന സംഭവം ഈ ഇളക്കലാണ്. അതെ അതെ, ഒട്ടും അടി പിടിക്കാതെ നിറം മാറാതെ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇളക്കുക. അതെ, നമ്മൾ ഇളക്കുന്ന ഇളക്കലല്ല ഇത്. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് കയ്യിൽ പോകുക. നമ്മൾ ഇളക്കി കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാൽ അപകടമാവും, അടിയാവും, പിടിയാവും. പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചോട്ടോ. സ്വാമിയാണ്, പക്ഷെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിറം മാറി. ഇതൊന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഇതൊന്ന് മാറ്റണം. വേറെ ഒരു പാത്രത്തിലോട്ട്. അതിനകത്ത് ഇരുന്ന് കരിഞ്ഞു പോകും. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ അത് മൂപ്പിച്ച് മാറ്റി വെച്ചു. ഞാനതൊന്നും ഉണ്ടാകാതെ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇനി ഇതിലോട്ട് വെള്ളം തിളപ്പിക്കണം. ഇതിന്റെ ഈ പാത്രത്തിൽ തന്നെ മതി. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കാനെടുക്കുമ്പം നമുക്ക് അതിൻ്റെ കൂടെ കേസരി പൗഡർ ചേർക്കണം. കുറച്ച് പാലെടുത്തിട്ട് അതിൽ കേസരി പൗഡർ ഇതേ കണ്ടോ ഇടണം. ചിലർ കുങ്കുമപ്പൂ ഇടും കേട്ടോ. കണ്ടോ, ഇത് മതി കേസരി പൗഡർ. അതെ, അതിട്ടു. ആ പൂവ് ഇങ്ങനെ വെള്ളത്തിൽ നൂല് പൂവ് കിട്ടും. അതിട്ടാൽ നല്ല നിറം വരും. അങ്ങനെയും ചിലരിടും. അത് ഇതിനകത്ത് ഒഴിക്കണം. ഇനി ഒന്ന് തിളയ്ക്കണം. ഇത് പണി പറ്റിക്കൂലല്ലോ, മഞ്ഞ കളർ തന്നെ കിട്ടൂലേ? മഞ്ഞ കളർ കിട്ടും. കിട്ടേണ്ടതാണ്. ഒരു സംശയം അമ്മയ്ക്ക്. തിളച്ചോ? വരാം. പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തിളച്ച് വരുന്നുണ്ട്. ഇതിട്ടു.
ഏലക്കാപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ റവ ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം, ഒട്ടും ഇതാകാതെ കേട്ടോ, കട്ടി പിടിക്കാതെ. കാണാവോ? കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കുറേശ്ശെ ഇട്ട് തരും. ഒട്ടും കട്ടി പിടിക്കാതെ ഇരിക്കണം. ഇത് ഒട്ടും കട്ട പിടിക്കാതെ ഇളക്കണേ. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ, അതൊന്ന് അടി പിടിക്കാതിരിക്കുക. ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഇളക്കുക. ഇനി പഞ്ചസാര ഇടണം. ഇതെന്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയാമോ, ഈ കേസരി പൗഡർ 2 കളർ വരുന്നുണ്ട്, ഇത് ഓറഞ്ച്. 2 ഗ്ലാസ് പഞ്ചസാര ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പൊ ഈ ചൂടി കിടന്ന് ഈ പഞ്ചസാര ശരിയായിക്കോളൂ. ഉണ്ടോ? ആ, പഞ്ചസാര ഇട്ടു. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇവിടെ വെള്ളമാകാൻ ഇനി വെള്ളം ചേർക്കണ്ട. അല്ല, ഇങ്ങനെ കിട്ടുന്നേ കേസരി ഇങ്ങനെയാണല്ലോ. പഞ്ചസാരയുടെ ഇത് അനുസരിച്ച് കണ്ടോ വെള്ളം വന്നു, പഞ്ചസാരയുടെ വെള്ളം വന്നോളൂ അങ്ങോട്ട്. പഞ്ചസാര കാരമലൈസ്ഡ് ആവുമല്ലോ. അതെ അതെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കണേ. ഇതാണ് സിംഹം. ഇതാണ് ശരിക്കും സിംഹത്തിന്റെ കളർ. സിംഹം. മഞ്ഞ സിംഹം എവിടെ ഉള്ള? ഓറഞ്ച് ഇല്ല സിംഹത്തിന്. ബ്രൗൺ ആകരുത്, കരിഞ്ഞു പോകും. കുറുക്കനാ ബ്രൗൺ ആയാല്. അല്ല, അവന്റെ ഇതിന്റെ രോമമൊക്കെ ബ്രൗൺ അല്ലേ? അതിടാ ഇതിന്റെ കൂടെ. ഇത് ഇതൊന്ന് ഓഫ് ചെയ്ത് കേട്ടോ. അതിപ്പം എല്ലാം ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ അങ്ങ് ഇട്ടു. ശരിക്കും ഇത് ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് തരുവേ. ചില ഹോട്ടലിലൊക്കെ സ്ക്വയർ ആയിട്ട് ഡയമണ്ട് ആക്കും. ഇപ്പൊ നമുക്കുണ്ടല്ലോ, ഇത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആ പാത്രത്തിന്റെ ഷേപ്പിലാക്കാം. അവര് ചെയ്യുന്ന ഇത് ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ വലിയതിനകത്ത് വെച്ചിട്ട് അച്ച് പോലെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിങ്ങനെ ഇറക്കി കഴിയുമ്പോഴത്തേക്കും കേക്ക് പോലെ കിട്ടും. എന്നിട്ട് അവരത് മുറിക്കും. ഇപ്പൊ വീട്ടിലൊന്നും അത്ര അങ്ങനെ അച്ചൊന്നും മേടിച്ചു വെക്കൂല, കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ കിട്ടിയാ സ്പൂൺ ഇട്ടങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇത്തിരി നെയ്യ് വരട്ടണം ഇതല്ലേ, ഇതേന്ന് ഒട്ടിപ്പിടിക്കാതെ പോരാൻ വേണ്ടി നെയ്യ് വരട്ടി ഇതിലോട്ട് വെച്ചു. അതെ, ഞാനൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്, ചേച്ചി ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നു, ഇപ്പൊ കിഷോറേട്ടൻ പാടുന്നില്ല. ഇപ്പം നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ പോലെ ഭീകരാണ്. നമ്മൾ വെറുതെ പാട്ട് ലിറിക്സ് മാത്രം പാടിയാലും, അതായത് ട്രാക്കൊന്നും ഉപയോഗിക്കാതെ ശ്രുതിയൊന്നും ഇല്ലാതെ പോലും വെറുതെ നമ്മൾ പാട്ട് പാടിയാലും കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാടാത്തത് കേട്ടോ. പിന്നെ ഞാൻ പാടി ഇതുവരെ കോപ്പിറൈറ്റ് അടിച്ചിട്ടില്ല. അത് പാട്ടാണെന്ന് തോന്നുന്നുണ്ടേ. ഇത് കണ്ടോ, ഒരു ബൗളിലാക്കി ഇങ്ങനെ വെച്ചു. ഇത് അപ്പം ചുട്ട് കളിക്കാം. അപ്പം മണ്ണപ്പം ചെറുത്ത മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പോലെ. ശക്തിയിലടിച്ചാലേ ഇത് വരുവുള്ളൂ. വരുന്നില്ലല്ലോ, ചമ്മിയല്ല പെട്ടുപോയി കേട്ടോ. സ്റ്റീലിന്റെ പാത്രം എടുക്കാൻ ചൂടുണ്ട്, ചൂടാറണം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ ഡബറയിലാക്കാം. കേസരി പറ്റിച്ച് ഇല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാതെ ഇപ്പൊ അങ്ങനെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈ ഇതിങ്ങനെ കോരി കഴിച്ചാ പോരെ സ്പൂണില്. മതി തനി. വന്നോ? ഇതിനകത്തൊരു കരിവേപ്പിലയോ കുറച്ച് മറ്റേ എണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ച് താളിച്ച്, സാധാരണ അങ്ങനെയല്ലേ കറിവേപ്പിലയും കുറച്ച് എണ്ണയും കൂടെ ചൂടുള്ളതുകൊണ്ടാ പറ്റിയത്. ദോശയുടെ കൂടെ ചമ്മന്തി ആയിട്ട് കൂട്ടി കഴിക്കാം. ഇഡലിയുടെ കൂടെ കഴിക്കാമെങ്കിൽ പിന്നെ ഇഡലിയുടെ കൂടെ അല്ലല്ലോ ഇത് കഴിക്കുന്നത്. ഇഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തി, അത് മധുരമായിട്ടാണ് ഇഡലിയുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. പ്രത്യേകിച്ച് ഇഡലി ഇങ്ങോട്ട് 3 എണ്ണം വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് സാമ്പാർ, അതിന്റെ മുകളിലോട്ട് ചമ്മന്തി, കുറച്ച് കേസരി അതിന്റെ മുകളിലോട്ട് വേറിട്ട് ഇങ്ങനെ കുഴച്ച് ചോറ് പോലെ. എന്തോ ടേസ്റ്റാന്ന് പറയുമ്പോ മിക്സാണ്. സ്വാമിയാണേ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനത്തെ സ്വാമിമാരെ ശവിക്കുന്ന തന്നെ നല്ലത്.
സ്വാമിമാര് പട്ടിണി ഇരിക്കാൻ പാടില്ല, സ്വാമിമാര് കൊതിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നിനോടും ആഗ്രഹം. അതെ, ഒന്നിനും എല്ലാം. എനിക്ക് ഒരാഗ്രഹവും ഇല്ല. എന്നിട്ട് ഇന്ന് ഞാൻ വരുന്നില്ലെന്ന് വരെ പറഞ്ഞു എന്നെ പിടിച്ചോണ്ട് വന്നതാണ്. കൺട്രോൾ സ്വാമി, കൺട്രോൾ കിഷോർ സ്വാമി. അങ്ങനെ ഇരിക്കട്ടെ കുറച്ച്. അങ്ങനെ ഓരോ പാത്രത്തിൽ ഇത് സർക്കിൾ. ഇനി ഒരു പെന്റഗൺ കൊടുത്ത് തീർത്താൽ ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ വയ്ക്കാം. പിന്നെ പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ഷേപ്പില് അങ്ങനെ മുറിക്കണം. ഇത് വേണ്ട, ഇത് ശരിക്കും നമ്മൾ പ്ലേറ്റിനകത്തോട്ട് ആക്കി അമ്മ പറഞ്ഞ ട്രേക്കകത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ അത് വേറെ കിട്ടും. ഇങ്ങനെ ഷേക്ക് ചെയ്ത് നമ്മള് അല്ല, ഇത് ചൂടായതുകൊണ്ടാകും ഇതാക്കാൻ പറ്റും. ടേസ്റ്റ് ചെയ്യണം. കഴിക്കാൻ കിട്ടുമോ? കുഴപ്പമില്ല. ഞാൻ കുളി കഴിഞ്ഞ് കുറച്ച് ഇതായിട്ടൊക്കെ ശുദ്ധമായിട്ട് ഉണ്ടാക്കി. അതിന്ന് വേണ്ട, വേറെ കഴിച്ചു. മധുരം കൂടി ഇച്ചിരി ആകായിരുന്നു. 2 ഗ്ലാസ് മധുരമായിട്ട് ഇച്ചിരി മധുരം ആകായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിട്ട് ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ കിച്ചടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഞങ്ങൾക്ക് പല വിധത്തിലും. ചിലര് ഇത് പാവ് കാച്ചിട്ട്, പഞ്ചസാര പാവ് കാച്ചിട്ട് റവ അതിനകത്തോട്ട് ഇട്ട് ഇളക്കി ഉണ്ടാക്കും. അതപ്പോ കുറച്ചുകൂടെ മധുരം കൂടും. മധുരം കൂടുന്നതിന്റെ അല്ല, അത് കുറച്ച് ചിലപ്പം കട്ടയായി പോകും ഒന്നുകൂടെ. ചില അല്ല, അന്നേരം അത് മുറിച്ചൊക്കെ എടുക്കാൻ പറ്റും പെട്ടെന്ന്. അങ്ങനെ പലതരത്തിലുണ്ടാക്കാം കേട്ടോ. ഇത് എളുപ്പത്തിന് ഉണ്ടാക്കുന്നതാ. പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് റെസിപ്പീസ് അയച്ചു തരാറുണ്ട്. കാരണം നിങ്ങൾ വേറെ ടൈപ്പിൽ ഇങ്ങനെ മുളക് ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ടിപ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ടിപ്സുകൾ സ്വാഗതം ചെയ്യുന്നു, അയച്ചു തരും. പിന്നെ റെസിപ്പി അയച്ചു തരാമെന്നുണ്ട് ആരും അയച്ചു തന്നില്ലല്ലോ. അത് വെച്ച് നിങ്ങളും അങ്ങനെ കുക്കിംഗ് ചെയ്യാറില്ലേ? അതോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും കുക്കേഴ്സ് അല്ല? വെരി ബാഡ്. ആയിരിക്കും 1-2 റെസിപ്പി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അയച്ചു തരൂ, എന്നിട്ട് നമ്മളത് ഉണ്ടാക്കട്ടെ. അപ്പം നിങ്ങളുടെ പേര് വെച്ച് നമ്മളത് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുപോലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് നിങ്ങൾ തക്കവും ഉണ്ടായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. ഓക്കെ. അപ്പം വീണ്ടും കാണാം.